യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമുക്കും കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സാംസങ്ങിന്റെ പുതിയ സാംസങ് ഗാലക്സി Z Fold 8. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു ബോക്സ് മുമ്പത്തെ ഫോൾഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ചെറുതാണ്. എന്തുകൊണ്ടാണ് ഇത്ര ചെറുത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു ഫോൺ മുമ്പത്തെ ഫോൾഡിനേക്കാളും ചെറുതാണ്, അതായത് വൈഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് സാംസങ്ങിന്റെ ഒരു പുതിയ മോഡൽ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ വേണ്ടി പോണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് ഈ ഒരു ഫോണിന്റെ സ്പെക്കും പറയും, മെയിൻ ആയിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള വൈഡ് ഡിസ്പ്ലേയിൽ ഗെയിമുകൾ കളിച്ചു നോക്കും. PUBG, ആസ്വാൾട്ട്, അതുപോലെ തന്നെ ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗെയിം ഈ ഒരു ഡിസ്പ്ലേയിൽ കളിക്കുമ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ആ ഒരു ഗെയിം കളിക്കുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, എല്ലാം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ആരും പേടിക്കേണ്ട, നമ്മുടെ ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഓൾറെഡി ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഫോൺ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സാംസങ് ഗാലക്സി ഫോൾഡ് 8. ഇത്ര സൈസിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ മടക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ മടക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ദേ ഇവിടെ ഫോൺ മടക്കിയിട്ടുണ്ട്. മടക്കി കഴിയുമ്പോൾ ഇത്ര ചെറുതാണ്, അതായത് ഒരു പാസ്പോർട്ടിനേക്കാളും ചെറുത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെറുതായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കണ്ടോ നല്ല കംഫർട്ട് ആയിട്ട് ഇരിക്കും. പിന്നെ വേറൊരു കേസ് കൂടി ഞാൻ പറയാം, ഈ ഒരു ഫോൺ നമ്മൾ കൊണ്ടെടുക്കുമ്പോൾ എന്തായാലും ആൾക്കാർ നോക്കും ഏതാണ് ഇത്ര വലിയ ചെറിയ ഫോൺ. ചെറിയ ഫോണിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര വീതിയുള്ള ചെറിയ ഫോൺ മേ ബി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പൊക്കെ നമ്മുടെ ബ്ലാക്ക്ബെറി ആക്കില്ല, അവർ ഇതുപോലത്തെ ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സാംസങ് ആണ് ഈ ഒരു ഫോൾഡ് 8 ആയിട്ട് ഈ ഒരു ഫോണായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കയ്യിലൊക്കെ പിടിച്ചെടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഇതിന്റെ ഇപ്പുറത്തെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ഫോൾഡിലുള്ള പോലെ തന്നെ കവർ ഡിസ്പ്ലേ ഉണ്ട്. 5.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാം. അതിനുള്ള ഡിസ്പ്ലേ ഉണ്ട്, ഏകദേശം കണ്ടോ അത്ര ഉള്ള ലെവലിലുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇനി തുറന്ന് കഴിയുമ്പോൾ 7.6 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിസ്പ്ലേയിലാണ് ഗൈസ് നമ്മൾ ഗെയിം കളിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. കൂടാതെ 4600 mAh ബാറ്ററി കണ്ടോ, ഇത്ര സ്ലിം ആയിട്ടുള്ള ഈ ഒരു ഫോൾഡ് ഫോണിൽ 4600 mAh ബാറ്ററിയും അതുപോലെ തന്നെ 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. ഇത് കൂടാതെ മൈ ഫാൻ ക്യാം എന്നൊക്കെ പറയുന്ന ഫീച്ചേഴ്സ് എഡിറ്റിംഗ് സെക്ഷൻ ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഗെയിം കളിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കളിച്ച് നോക്കാൻ വേണ്ടി പോകുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആസ്വാൾട്ട്, അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് PUBG, നമ്മുടെ BGMI മെയിൻ ആയിട്ടുള്ള ഗെയിം. ഇത് കൂടാതെ മൂന്നാമതായിട്ട് അത്യാവശ്യം നല്ല ഹൈ ഗ്രാഫിക്സ്, ആ ഒരു ഗെയിമിന്റെ മാക്സിമം ഗ്രാഫിക്സ് ഇട്ട് നമ്മൾ കളിച്ച് നോക്കും. ഗെയിം കാർ പാർക്കിംഗ് 2 ആണ്. നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ ഗെയിം ആണ്. അപ്പൊ ഈ ഒരു ഗെയിം നമ്മൾ ഹൈ ഗ്രാഫിക്സ് ഇട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ കളിച്ചു നോക്കും. എന്നിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയും ഇതിൽ കളിക്കാൻ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ കളിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആസ്ഫാൾട്ട് കളിച്ചിട്ട് വരാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഫോണിൽ കളിച്ചു നോക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഗെയിം നമ്മുടെ ആസ്ഫാൾട്ട് ആണ്. ഞാൻ മാക്സ് സെറ്റിംഗ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഗ്രാഫിക്സ് ആയാലും FPS ആയാലും ടെക്സ്റ്റേഴ്സ് ആയാലും ഷാഡോസ് ആയാലും എല്ലാം മാക്സ്. ഓക്കെ, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഗെയിം പ്ലേ കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇതിന്റെ ഗ്രാഫിക്സ് ആണ് ഫ്രണ്ട്സ്. ആ കാറിൽ വരുന്ന റിഫ്ലക്ഷനും അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കോട്ടെ, ഇപ്പൊ തന്നെ കുറച്ച് മഴത്തുള്ളിയൊക്കെ സ്ക്രീനിലോട്ട് തിറക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോ, ആ ഒരു ക്ലാരിറ്റി കണ്ടോ, നല്ല റിയലിസ്റ്റിക് ഫീല് നമുക്ക് ഈ ഒരു ഗെയിമിന് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച ഒരു കേസാണ് ഇതിന്റെ FPS. ഞാൻ മാക്സ് FPS ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ സാംസങ് ഗാലക്സി ഫോൾഡ് 8 ഈ ഒരു ഗെയിമിൽ എനിക്ക് ഏകദേശം 120 FPS വരെ കിട്ടുന്നുണ്ട്, ഒരു ലാഗും ഇല്ലാതെ. പിന്നെ ഈ ഒരു സ്ക്രീൻ സൈസ് ആണ് നമ്മൾ നോർമൽ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ സ്ക്രീൻ സൈസ്, ഒരു ടാബ് പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗെയിം പ്ലേ എക്സ്പീരിയൻസും ഈ ഒരു ഫോണിൽ ഗെയിമുകൾ കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു റേസിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് തന്നെ ഈ ഒരു ഗെയിമിന് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം, നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ടും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നമ്മുടെ വിരൽ കുറച്ച് നേരം കഴിയുമ്പോൾ ചെറിയൊരു പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആസ്ഫാൾട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മളിവിടെ എനിമീസിനെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഏത് ഗെയിമിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഏത് കുഞ്ഞു പിള്ളേരെ എടുത്ത് വെച്ചാലും ഇത് ഏതാ ഗെയിം എന്ന് മനസ്സിലാവും. ഓക്കെ, ഒരു എനിമി ഉണ്ട് ഫ്രണ്ട്സ്, അവനെ കൊല്ലട്ടെ. യെസ്, BGMI ആണ് നമ്മളെ രണ്ടാമത് സാംസങ് ഗാലക്സി ഫോൾഡ് 8 കളിച്ച് നോക്കിയത്. ഈ ഒരു ഗെയിം ഈ ഒരു ഫോണിൽ ഞാൻ കളിച്ചത് ഏറ്റവും ടോപ്പ് FPS ഇട്ടിട്ടാണ്, എക്സ്ട്രീം അൾട്രാ എക്സ്ട്രീം ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫോണിൽ ഈ ഒരു ഗെയിം കളിച്ചത്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കേസ്, നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഫോണിൽ നമുക്ക് PUBG BGMI കളിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്ക്രീനാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എനിമീസിനൊക്കെ കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് ഈ ഒരു ഫോണിൽ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏകദേശം 120
120 FPS വരെ നമുക്ക് ഈ ഒരു ഫോണിൽ BGMI കളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതും നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് BGMI ഈ ഒരു സാംസങ് ഗാലക്സി ഫോൾഡ് 8 കളിക്കുമ്പോൾ. എന്തായാലും BGMIയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രസമായിട്ട് ഈ ഒരു ഗെയിം നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ എന്തായാലും ഒന്നും പറയാനില്ല. അപ്പോൾ BGMI ഒക്കെ നിങ്ങൾ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഈ ഒരു ഫോണിൽ ഒരു ലാഗും ഇല്ലാണ്ട് കളിക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ കളിച്ച് നോക്കിയതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു സാംസങ് ഗാലക്സി ഫോൾഡ് 8 കളിച്ചു നോക്കാൻ വേണ്ടി പോകുന്ന ഗെയിം കാർ പാർക്കിംഗ് 2 ആണ്. ഇതും നമ്മൾ ഹൈ ഗ്രാഫിക്സ് ഇട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാറിൽ വരുന്ന റിഫ്ലക്ഷനും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഗ്രാഫിക്സ് ഈ ഒരു ഫോണിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. നല്ല റിയലിസ്റ്റിക് ഫീൽ ഉണ്ട് ഫ്രണ്ട്സ്. GTA ഒക്കെ കളിക്കുന്ന ഒരു ഫീൽ ഈ ഒരു ഗെയിമിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗെയിം ഈ ഒരു ഫോണിൽ കളിക്കാന്ന് വെച്ച് ഞാൻ സെലക്ട് ചെയ്തത്. എന്തായാലും സെലക്ട് ചെയ്ത് നന്നായി ഗൈസ്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു കാർ പാർക്കിംഗ് 2 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ കോമഡി എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഞാൻ സ്റ്റിയറിംഗ് ഇട്ടിട്ടാണ് കളിച്ചു നോക്കിയത്. അത് ഫുള്ള് മണ്ടത്തരമായിരുന്നു ഫ്രണ്ട്സ്. ഒട്ടും കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സ്റ്റിയറിംഗിൽ ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ബട്ടണിലാക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിൽ 60 FPS ആണ് നമുക്ക് ഹൈ ഗ്രാഫിക്സ് ഇടുമ്പോൾ കിട്ടുന്നത്. 60 FPS വരെയാണ്. 60 FPS കൺസിസ്റ്റന്റ് എന്ന് പറയുന്നില്ല, അതുവരെയാണ് കിട്ടുന്ന പോലെ എനിക്ക് ഗെയിം കളിച്ചപ്പോൾ ഫീൽ ചെയ്തത്. എങ്കിലും കൊള്ളാം ഫ്രണ്ട്സ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി ഫോൾഡ് 8 ഈ ഒരു കാർ പാർക്കിംഗ് 2 കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ഗെയിംസും ഈ ഒരു സാംസങ് ഗാലക്സി ഫോൾഡ് 8 കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായം എല്ലാം ഞാൻ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഞാൻ കളിക്കുന്ന ഈ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അടിയിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതുപോലത്തെ അടിപൊളി ടെക് വീഡിയോസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് വേണം. പുതിയ ഫോണൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെ ഗെയിം പ്ലേയും അതിന്റെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.